ബ്രിട്ടനിലേക്കുള്ള സ്കിൽഡ് വർക്കർ വിസയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ സർക്കാർ വരുത്തിയ കാതലായ മാറ്റങ്ങൾ ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. വിസ ലഭിക്കുന്നതിനുള്ള മിനിമം ശമ്പള പരിധി ഉയർത്തിയതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ മാറ്റം. ഒട്ടുമിക്ക സ്കിൽഡ് വർക്കർ വിസയ്ക്കും അപേക്ഷിക്കുന്നതിനുള്ള ചുരുങ്ങിയ ശമ്പളം 26,200 പൗണ്ടിൽ നിന്നും 38,700 പൗണ്ടാക്കി ഉയർത്തിയിരിക്കുകയാണ്. 82% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ PhD ഉള്ള അപേക്ഷകർക്ക് മിനിമം ശമ്പളം 23,800 നിന്നും 34,830 പൗണ്ടാക്കി ഉയർത്തിയപ്പോൾ സ്റ്റെം അനുബന്ധ PhD ഉള്ളവരുടെ മിനിമം ശമ്പളം 20,960 പൗണ്ടിൽ നിന്നും 30,960 പൗണ്ടാക്കിയും ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള തൊഴിലുകൾക്ക് മിനിമം ശമ്പളം 30,960 പൗണ്ട് ആയിരിക്കണം. ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് നേരത്തെ മിനിമം ശമ്പളം എന്ന മാനദണ്ഡത്തിൽ 20% ഇളവ് നൽകിയിരുന്നു. ഇപ്പോൾ അതും നിർത്തലാക്കിയിരിക്കുകയാണ്. സാങ്കേതിക മേഖല, ആരോഗ്യ സംരക്ഷണ മേഖല, എഞ്ചിനീയറിംഗ് എന്നിവയൊക്കെ ഈ പുതിയ നിയമം ബാധിക്കും. പുതിയ നിയമം അനുസരിച്ച് വളരെ കുറച്ച് തസ്തികകളിലേക്ക് മാത്രമായിരിക്കും വിദേശ തൊഴിലാളികൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. മാത്രമല്ല, തൊഴിലുടമകൾക്ക് സ്കില്ലുമായി ബന്ധപ്പെട്ട അവരുടെ ആവശ്യകതകൾ പുനർനിർണയം ചെയ്യേണ്ടതായും വരും. ആത്യന്തികമായി ഇത് കൂടുതൽ നൈപുണ്യമുള്ളതും അതേസമയം നല്ല പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരു തൊഴിൽ സേനയെ വാർത്തെടുക്കാൻ സഹായിക്കും. എന്നാൽ പുതിയ ശമ്പള മാനദണ്ഡങ്ങൾ UK-യിലേക്കുള്ള കുടിയേറ്റം കാര്യമായി തന്നെ കുറയ്ക്കും എന്നതിൽ സംശയമില്ല. നഴ്സുമാർക്കും കെയർമാർക്കും ഈ മാനദണ്ഡം പാലിക്കാൻ കഴിയാത്തതിനാൽ UK-യിലെ തൊഴിൽ ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കാം. ഏറ്റവും മികച്ച സമർത്ഥരെ ആകർഷിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശമെങ്കിലും കൂടുതൽ ശമ്പളത്തിനായി വിലപേശേണ്ടി വരുന്ന തൊഴിൽ അന്വേഷകർക്കും സ്പോൺസർഷിപ്പ് ചെലവ് വർദ്ധിക്കുന്ന തൊഴിലുടമകൾക്കും ഇത് ഒരുപോലെ വെല്ലുവിളി ഉയർത്തും എന്നതിൽ സംശയമില്ല. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് വിസ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ചില ഇളവുകൾ ഇപ്പോഴും നിലവിലുണ്ടെങ്കിലും ഇതിലും മാറ്റങ്ങൾ വന്നേക്കും. കുടിയേറ്റ കാര്യത്തിൽ സർക്കാർ കൂടുതൽ സെലക്റ്റീവ് ആവാൻ തീരുമാനിക്കുമ്പോൾ ഉയർന്ന ശമ്പളമുള്ള വളരെ ചുരുക്കം പേർക്ക് മാത്രം ബ്രിട്ടനിലേക്ക് കുടിയേറാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. എന്തായാലും ഈ പുതിയ നിയമം വളരെ കുറച്ച് തസ്തികകളിലേക്ക് മാത്രമായിരിക്കും വിദേശ തൊഴിലാളികൾക്ക് അപേക്ഷിക്കാൻ സാധ്യതയൊരുക്കുന്നത്. എന്തായാലും തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ PhD ഉള്ള അപേക്ഷകർക്ക് ഇത്തരത്തിൽ മിനിമം ശമ്പളം 23,800 നിന്ന് 34,830 പൗണ്ടാക്കി ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും ബ്രിട്ടനിലേക്കുള്ള ജോലി സാധ്യത ഇതിലൂടെ കുറയുകയാണ് ചെയ്യുന്നത്. നിയമങ്ങളിൽ സർക്കാർ വരുത്തിയ മാറ്റങ്ങൾ ഈ 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. വിസ ലഭിക്കുന്നതിനുള്ള മിനിമം ശമ്പള പരിധി ഉയർത്തിയതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു മാറ്റം.